വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് മായന്നൂർ ശാഖ നവീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് മായന്നൂർ ശാഖ നവീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ധനകാര്യ മേഖല. ധനകാര്യ മേഖലയുടെ നാഡീമിടിപ്പിനനുസരിച്ചാണ് ലോകത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത്. അങ്ങനെ ആ സമ്പദ് വ്യവസ്ഥ ആരോഹണ അവരോഹണങ്ങളെ പോലെ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികളും നേട്ടവും ഉണ്ടാകും. പലതരത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ പലപ്പോഴും നമ്മളൊക്കെ തന്നെ പ്രതിസന്ധിയിലാകുന്നത് കാണാൻ കഴിയും. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആണ് നമ്മുടെ ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ നമ്മുടെ അശീതി ആഘോഷത്തിന് 2-3 വർഷം മാത്രം ബാക്കി നിൽക്കെ, 80 വർഷം പൂർത്തീകരിക്കുന്ന ഇന്ന് 2-3 വർഷം മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ ഒരു ശാഖ, അതും നവീകരിച്ച ശാഖ എന്ന് പറയുമ്പോൾ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയാണ്. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അയ്യാവു അധ്യക്ഷനായി. 77 വർഷം 1947 ആഗസ്റ്റിൽ ആണ് നമുക്ക്, ആഗസ്റ്റ് 15-ലാണ് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ ആഗസ്റ്റിലാണ് നമ്മുടെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ ഈ സൊസൈറ്റി ആരംഭിക്കുന്നത്. നമ്മുടെ ഈ സൊസൈറ്റി ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു ബാങ്കും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലുള്ള നാഷണലൈസ് ബാങ്കുകളോ ഷെഡ്യൂൾഡ് ബാങ്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ സഹകരണ ബാങ്കുകളും ഉണ്ടായിരുന്നില്ല. അന്ന് ഇവിടെയുള്ള പാവപ്പെട്ടവൻ്റെയും കൃഷിക്കാരൻ്റെയും സാധാരണക്കാരൻ്റെയും ഒക്കെ കാര്യങ്ങൾ നടത്തിയിരുന്നത് കൊണ്ടാഴി സർവീസ് എന്ന സംഘമാണ്. നമ്മുടെ മൺമറഞ്ഞ ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് സഹകാരികൾ, സ്വാതന്ത്ര്യ സമര സേനാനികളും അതേപോലെ തന്നെ ദേശസ്നേഹികളുമായ ഒരുപാട് ആൾ കൂടി ഉണ്ടാക്കിയൊരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. അവരെ ഈ അവസരത്തിൽ സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ബാങ്ക് ഇന്ന് 77 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 77 കൊല്ലം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ബോർഡ് മെമ്പർ ആർ രാഹുൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി CM ലീമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് രമേശ് പൂങ്കാവനം, കാർഷികേതര സഹകരണ സംഘം പ്രസിഡന്റ് സിദ്ധാർത്ഥൻ KK, കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ ശിവൻ വീട്ടിക്കുന്ന്, കെ രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ EK മനോജ്, കെ സുദേവൻ, O പ്രേമലത, എ രമാദേവി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബാങ്ക് എന്നൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ മുമ്പൊരു വാക്കുണ്ട്, സഹകരണം എന്ന്. അതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം. ഞാനിത് പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ സഹകരണ രംഗത്തെ കുറിച്ച് ആളുകൾക്ക്, നിക്ഷേപകർക്ക്, ഇടപാടുകാർക്കൊക്കെ ഒട്ടേറെ സംശയങ്ങളും ഒട്ടേറെ ആശങ്കകളും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് സഹകരണ പ്രസ്ഥാനം, എന്തിനു വേണ്ടിയാണ് ഈ പ്രസ്ഥാനം രൂപീകൃതമായത്,
എന്ന ഒരു ചിന്ത ഇത്തരം സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഞാൻ അടക്കം ബാങ്കിൻ്റെ എല്ലാ ഉയർച്ചകളിലും ഒരു സഹകാരി എന്ന നിലയ്ക്ക് മുൻകാലങ്ങളിലൊക്കെ എന്നാൽ ആവുന്ന തലത്തിൽ ചെറിയ തോതിലുള്ള എല്ലാ സഹകരണവും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. ഈ ബാങ്കിൻ്റെ എല്ലാ തുടർ നല്ല പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടിലെ പ്രത്യേകിച്ച് മായന്നൂരിൻ്റെ ഗ്രാമീണ മേഖലയിലുള്ള മുഴുവൻ സഹകാരികളുടെയും മുഴുവൻ പിന്തുണ ആർജിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് സഹകാരികൾക്ക് എന്നും 27 വർഷമായിട്ട് കൂടെ നിന്നതാണ്. എല്ലാ കാലത്തും നമുക്ക് ഓണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ 2 മായന്നൂർ ശാഖയിലും അതുപോലെ തന്നെയാണ് ഹെഡ് ഓഫീസായ പാറമേൽപ്പടിയിലും ചേലക്കൂടും കിറ്റുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യുവാൻ സഹകാരികൾക്ക് ഉപകാരപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ മായന്നൂർ മേഖലയിൽ ഈ നവീകരണ പ്രവർത്തനം നടത്തിയ ശാഖ നല്ല രീതിയിൽ തന്നെ അവിടുത്തെ സ്റ്റാഫ് എല്ലാവർക്കും മായന്നൂർ പ്രദേശത്ത് ഇങ്ങനെ ഒരു ബാങ്ക് ചേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടത്തുവാൻ സർവേശ്വരൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബ്രാഞ്ചിൻ്റെ ചിത്രചേച്ചിയുമാണ് ഈ 77 വർഷവും നല്ല രീതിയിൽ പോകാൻ അവരുടെ ഒരു നല്ല പ്രയത്നമുണ്ട്. അതുപോലെ ഉദ്യോഗസ്ഥരും മാറി വരുന്ന ഭരണസമിതി അംഗങ്ങളും നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിൽ അഭിമാനമുണ്ട്. ഈ പരിപാടിക്ക് നമുക്കറിയാം, ഇന്ന് ഈ സഹകരണ രംഗത്ത് ഇങ്ങനെ സാധാരണക്കാർക്ക് ഇങ്ങനെ നല്ലൊരു സഹകരണം നമുക്ക് ഉണ്ടായിത്തീർക്കാൻ ഇത്രയും കാലമായി പഴക്കം നിന്ന ഈ ബാങ്കിന് തുടർന്നും നല്ല പ്രവർത്തനം ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ബാങ്കിന്റെ സേവനങ്ങൾ എനിക്ക് ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ ബാങ്കിന്റെ സേവനങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ചിത്ര ചേച്ചീനെ എടുത്ത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. ഏറ്റവും വന്നു കഴിഞ്ഞാൽ ആ ചിരിച്ച മുഖം, ആ സന്തോഷം നിറഞ്ഞ ഒരു സ്നേഹത്തോടെയുള്ള ഒരു വരവേൽപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ആ സാക്ഷികാര സഹകരണ സംഘത്തിലെ കളക്ഷൻ ഏജന്റാണ്. എന്നാലും ഞാൻ ഈ ബാങ്കിന്റെ സേവനങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ബോർഡ് മെമ്പർ ടി കെ കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു. CCV ന്യൂസ് കൊണ്ടാഴി.